ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി വേൾഡ്. ഇന്നത്തെ റെസിപ്പി നൈസ് പത്തിരിയാണ്. വളരെ സോഫ്റ്റായൊരു പത്തിരിയാണ് ഇത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയതെന്ന് കാണിക്കാം. ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് ഒന്നങ്ങ് ചൂടാറാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പത്തിരി സോഫ്റ്റായി നല്ല പത്തിരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് കാണിക്കാം. അപ്പോൾ അങ്ങനെ മാവൊക്കെ ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നതിന് മുമ്പ് ഞാനതിന് മുകളിൽ നിന്ന് എണ്ണ തടവി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പത്തിരി പ്രസ്സിലൊന്നും ഒട്ടാതെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇനി എല്ലാതും ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ ഉരുളകളും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ മെഷീനിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ പത്തിരി കല്ലിലിട്ടൊന്ന് പരത്തിയതിന് ശേഷമാണ് പത്തിരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മെഷീൻ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നൈസ് പത്തിരി തയ്യാറാക്കാം. അപ്പോൾ ഇനി ഞാൻ മെഷീൻ ഉപയോഗിച്ചിട്ട് എല്ലാതും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പരത്തിയെടുക്കുന്നത് കാണിക്കാം. എന്താ പരത്താനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പത്തിരിക്കല്ലാണ് എടുക്കാറുള്ളത്. അതിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇനി എല്ലാതും പരത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കല്ലിലൊക്കെ ഇങ്ങനെ ഒന്നും കൂടെ പരത്തിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റാവും ചെയ്യും, നല്ല നൈസായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാതും ഞാനിത് അങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ ചെയ്യുമ്പോൾ സാധാരണ മറ്റേ വലിയൊരു പത്തിരി ചുടുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിലാണ് ചെയ്യുക. ഇതിവിടെ കുറച്ച് പത്തിരി ആയതുകൊണ്ട് ഇവിടെ ഗ്യാസുമേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായതിന് ശേഷമാണ് നമ്മൾ പത്തിരിയേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോഴാണ് പത്തിരി നല്ല ഇതിലൊക്കെ പൊങ്ങി റെഡിയായി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഞാനിനി ചുട്ടെടുക്കുന്നത് കാണിക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നല്ല സോഫ്റ്റായ റൈസ് പത്തിരി തയ്യാറായിരിക്കണം. നല്ല നൈസുമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പത്തിരി തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ പത്തിരി തയ്യാറാക്കി നോക്കുകയും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.